ഉൽപ്പത്തി 3:15 പിതാവായി ദൈവം പറഞ്ഞു, സാത്താന്റെ പ്രതീകമായ സർപ്പത്തെ നോക്കി, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവന്റെ സകല ശക്തിയും ഉപയോഗിച്ച് സഭയും സഭാതനരെയും തകർക്കാൻ ശ്രമിക്കുന്ന സമയമാണ്, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൂടുതലായിട്ട് ദൈവദൂതന്മാരുടെ സഹായവും ഒക്കെ നമ്മൾ തേടേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ വിതക്കാരന്റെ ഉപമയിൽ വഴിയിൽ വീണ വിത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൊടുത്ത വ്യാഖ്യാനം, വിതയ്ക്കപ്പെടുന്ന തിരുവചനം പിശാചു വന്ന് നശിപ്പിക്കുക. ഏതാണ്ടൊരു 95% കൊത്തിയെടുത്തുകൊണ്ട് പോകുക. 10-40 വർഷം മഴ പെയ്യുന്ന പോലെ കേരളക്കരയിൽ വചനം വർഷിക്കുന്നുണ്ടെങ്കിലും തങ്ങി നിൽക്കുന്നില്ല. ഈ മരിയൻ കൺവെൻഷൻ പൊളിക്കാൻ പൂർവാധികം ശക്തിയോടുകൂടി അവൻ ശ്രമിക്കുന്നുള്ളതിന് യാതൊരു സംശയവും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാവൽമാലാഖമാരുണ്ട്, ദൂതൻ കാവലിനുണ്ട്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പിശാചിന്റെ സകല ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അവനെ ശാസിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർലോക സൈന്യാധിപനായ വിശുദ്ധ മിഖായേലേ, ആത്മാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടഭൂതങ്ങളെയും ദൈവശക്തിയാൽ നരകത്തിൽ തള്ളിത്താഴ്ത്തണമേ. ലൂക്കായുടെ സുവിശേഷം 24:45 ഈശോ അവിടെ പറഞ്ഞിരിക്കുന്ന വചനം, വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. മാതാവിനെക്കുറിച്ച് എത്ര മനോഹരമായിട്ട് ആര് പ്രസംഗിച്ചാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ലെങ്കിൽ അതൊന്ന് തങ്ങി നീക്കണം നിർബന്ധമില്ല. ഈ 7 ദിവസങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നീക്കാൻ, ഫലം പുറപ്പെടുവിക്കാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ എന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ ഇഷ്ടദാസിയായ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. എന്നിൽ വന്നു വസിക്കണമേ, നവീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, സുഖപ്പെടുത്തണമേ, നയിക്കണമേ. സകല വിശുദ്ധരെയും, വിശുദ്ധ തോമാസ്ലിയായെ, വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മേ, ലോകമെമ്പാടും ഒരുമിച്ച് കൂടുന്ന അമ്മയുടെ മക്കൾക്കായി, ഈ കൂട്ടായ്മയ്ക്കായി, ഈ ധ്യാന മന്ദിരത്തിനായി മാധ്യസ്ഥം വഹിക്കണമേ. റോമാക്കാർക്ക് ലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനം അധ്യായം 13 വാക്യം 11. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. 25 വർഷം ജനകോടികള് ഈ ധ്യാനമന്ദിരം വഴി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും അനുഗ്രഹം പ്രാപിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ധ്യാനമന്ദിരത്തിന് നേതൃത്വം കൊടുക്കുന്നവരിലൂടെ ഈ 25 വർഷം നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ ഒരു മരിയൻ കൺവെൻഷൻ എന്നൊരു ചിന്ത, ഇതെല്ലാം ആര് കൊടുത്തതാണ്, എന്തിനു കൊടുത്തതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഈ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവായി ദൈവം മുന്നറിയിപ്പ് തന്നത് ഒരു വലിയ യുദ്ധം, നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം. ആ ഒരു വലിയ പോരാട്ടം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ സഭയുടെ ആരംഭത്തിലുണ്ടായിരുന്നു. 300 വർഷം 10,000-ങ്ങളെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്തു. അതിനുശേഷം 16-ാം നൂറ്റാണ്ടില് മറ്റ് ഒരു ദുരന്തമുണ്ടായി, പിളർപ്പുണ്ടായി. ധാരാളം മക്കള് സഭയിൽ നിന്ന് പൊഴിഞ്ഞുപോയി, ഛിന്ന ഭിന്നമായി ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞുപോയി. യുഗാന്ത്യ സഭയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന രണ്ടും ഒരുമിച്ചായിരിക്കും. ശാരീരിക പീഡനവും സഭയിലുള്ള നുഴഞ്ഞു കയറി തെറ്റായ പ്രബോധനങ്ങൾ വഴി ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഒരുപറ്റം ആൾക്കാർ സഭയിൽ നിൽക്കുന്നു എന്ന ഹൃദയം സഭയിൽ കാണില്ല. ബാഹ്യമായിട്ട് സാന്നിധ്യം ഉണ്ടാവും സഭയിൽ.
സഭയെ ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ. മറ്റു ധാരാളം മക്കൾ സഭയിൽ നിന്ന് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവൻ വളരെ തന്ത്രപൂർവമായിട്ട് അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പറയാൻ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നമുക്കാർക്കും തന്നെ മാതാവിന്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചോ മാതാവിന്റെ സ്ഥാനത്തെക്കുറിച്ചോ ഒരു സംശയമുള്ളവരായിരിക്കില്ല. പക്ഷെ ഇവിടുന്ന് നമ്മൾ സ്വീകരിക്കുന്നത് സംശയാലുക്കൾക്ക് പകർന്നു കൊടുക്കാനും ഈ മാതാവിന്റെ സ്ഥാനത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനുള്ള കൃപ കൂടി ഈ കൺവെൻഷനിലൂടെ തന്നു അയക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ എന്ന് കരമയറ്റി പറയാം. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും മാതാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചോ മാതാവിന്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചോ സ്ത്രീത്വം മാതാവിനെ എങ്ങനെ കാണുന്നു, സ്വർഗം മാതാവിനെ എങ്ങനെ കാണുന്നു, ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു സംശയവും ഇല്ല. പക്ഷെ സംശയാലുക്കളായ ആയിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ ദാനിയേലിന് ഒരു ദർശനം വെളിപ്പെടുത്തി കൊടുക്കുക. ഈ ദർശനം കണ്ടതോടുകൂടി അദ്ദേഹം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്, ആ ദർശനം കണ്ടതിന് ശേഷം അദ്ദേഹമുണ്ടായ അനുഭവം 8-ാം അധ്യായത്തിന്റെ 26 മുതൽ വായിക്കാം. സന്ധ്യകളെയും പ്രഭാതങ്ങളെയും കുറിച്ച് അറിയിച്ച ദർശനം സത്യമാണ്. എന്നാൽ അനേക നാളുകൾക്ക് ശേഷം സംഭവിക്കേണ്ടതാകയാൽ അത് മൂടി മുദ്ര വയ്ക്കുക. ഈ വെളിപ്പെടുത്തിയൊക്കെ സത്യമാണ്. അത് ഇന്നും നാളെയും സംഭവിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇത് അനേകം വർഷങ്ങൾക്ക് ശേഷം നാളുകൾക്ക് ശേഷം സംഭവിക്കേണ്ടതായതുകൊണ്ട് ഇത് മുദ്ര കുത്തി മൂടി വയ്ക്കുക. ഇനി അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നത് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇതിനോട് സാമ്യമായിട്ടുള്ള വചനം നമ്മളവിടെ കാണുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. രണ്ടും കൂടെ കൂട്ടി വായിക്കണം. ദാനിയേലിന്റെ പുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയാൻ ഇതൊന്നും പ്രസംഗിച്ച് നടക്കേണ്ട സമയമായിട്ടില്ല, സംഭവിക്കേണ്ടതാണ്, മുൻകൂട്ടി വെളിപ്പെടുത്തിയെന്ന് മാത്രം. ഇത് മുദ്ര കുത്തി മൂടി വയ്ക്കുക. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല, ഇത് മുദ്ര കുത്തി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, ഇത് പ്രഘോഷിക്കേണ്ട സമയമായി. തുടർന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, മുദ്രമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അപ്പൊ നമ്മള് ഇതൊരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നതോടൊപ്പം ലോകത്തോട് പ്രഘോഷിക്കാനുള്ള കടമയും നമുക്കുണ്ട്. ഇനി വരുന്ന കാലങ്ങളിൽ വളരെ അധികം ശക്തമായ യുദ്ധം സഭയ്ക്കെതിരായിട്ട്, സഭാ തനയർക്കെതിരായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ചില വചനങ്ങൾ. ഒരിക്കൽ വിശുദ്ധ ജോൺ പോസ്കോ ഒരു ദ്വീപിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു ദർശനം കാണും. ദർശനം ഇതാണ്: ഒരു വലിയ കപ്പൽ. ഈ കപ്പലിൽ മാർപ്പാപ്പയുണ്ട്, കർദ്ദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ. അതുകൊണ്ട് തന്നെ മനസ്സിലായി തിരുസഭയുടെ പ്രതീകമാണ് ഈ കപ്പലെന്ന്. അദ്ദേഹം ദർശനത്തിൽ നോക്കി നിൽക്കുമ്പോൾ കുറെ ചെറിയ ബോട്ടുകളും കപ്പലുകളും വന്ന് ഈ കപ്പലിനെ, തിരുസഭയുടെ പ്രതീകമായ കപ്പലിനെ ആക്രമിക്കുക. ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആടി ഉലയുകയാണ് ഈ വലിയ കപ്പൽ. ആ യുദ്ധത്തിനിടയിൽ അവർ ശക്തി പ്രാപിച്ചു വരികയാണ്. മാർപ്പാപ്പയ്ക്ക് മുറിവേറ്റു വീണു. കപ്പലിൽ തന്നെ മറ്റാളെ മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുത്തു. അതിനുശേഷം കൂരിരുട്ടും കൊടുങ്കാറ്റും, അതിനിടയ്ക്ക് യുദ്ധവും. ഈ അവസ്ഥയിൽ ആ പുതിയ മാർപ്പാപ്പ പ്രാർത്ഥിച്ചപ്പോൾ 2 പ്രകാശ സ്തംഭങ്ങൾ കടലിൽ നിന്ന് ഉയർന്നു വരിക ദർശനത്തിൽ. അതിലെ ഒരു പ്രകാശ സ്തംഭത്തിന്റെ മേൽ ഒരു തിരുവോസ്തി ഉയർന്നു നിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രകാശ സ്തംഭത്തിന്റെ മേളിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടത് ആ മാർപ്പാപ്പ പറയുകയാണ്, കപ്പല് ഏതു വിധേനയും ആ ദിശയിലേക്ക് നീക്കുക. അങ്ങനെ ഈ കണ്ട പ്രകാശ സ്തംഭത്തിന്റെ അടുത്ത് കപ്പലെത്തിയപ്പോൾ ആ കൊടുങ്കാറ്റൊക്കെ ശാന്തമായി, പ്രഭാതം പൊട്ടിവിരിഞ്ഞു. നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഈ ഇതുവരെ സഭയെ ആക്രമിച്ചുകൊണ്ടിരുന്ന ചെറിയ ബോട്ടുകൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അത് തമ്മിൽ യുദ്ധം ചെയ്യുക. കുറെ പേര് കടലിൽ വീഴുന്നുണ്ട്,
കുറെ പേര് നീന്തി ഈ വലിയ കപ്പലിനെ സമീപിക്കുന്നു. അതിലേക്ക് കൈനീട്ടി കൊടുക്കുന്നു. വരുന്നവരെല്ലാം സ്വീകരിക്കുന്നുണ്ട് ഈ വലിയ കപ്പലിൽ. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പ്രബോധനങ്ങൾ, ആക്രമണങ്ങൾ എവിടുന്ന് വന്നാലും നമുക്ക് രക്ഷ നൽകുന്ന ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, തിരുസഭയ്ക്ക്, ലോക ജനതയ്ക്ക് രക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് ശക്തിയാണ് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 12-ാം അധ്യായത്തില് 7-ാമത്തെ വാക്യത്തില്, ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അരിശം പൂണ്ട പിശാച് മാതാവിന്റെ മക്കളോട്, അവളുടെ മക്കളോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അത് ആ യുദ്ധത്തിലാണ് ഇപ്പൊ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ എന്തുമാത്രം വിഷയങ്ങൾ പ്രസംഗിക്കാനുണ്ട്. ഞാൻ ഒരിക്കലും ചണ്ഡീഗഡ് ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് പ്രസംഗം നടക്കുമ്പോൾ അവിടുത്തെ ഒരു നേതാവ് അയാളും അയാളുടെ ബോഡി ഗാർഡും കൂടെ വന്ന്, സിസ്റ്റേഴ്സാണ് പ്രസംഗം, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പുന്നോലച്ചൻ, ഞങ്ങളെല്ലാം ടീമായിട്ട് പോയതാണ് ഒരു സ്ഥലത്ത്. അവിടെയാണ് സ്റ്റേൺ ഗണ്ണും തൂക്കി അവരുടെ ബോഡി ഗാർഡും വന്നിരിക്കുകയാണ്. അദ്ദേഹം വന്നത് സിസ്റ്റർ പറഞ്ഞു, ഇതിനു മുൻപ് മാമോദീസ സ്വീകരിച്ച കുറെ പേരെ മറ്റ് സഭയിലാണെങ്കിലും അദ്ദേഹം അവിടെ സ്ഥലത്തില്ലായിരുന്നു. ആ 8 കുടുംബങ്ങളുടെ വീടിന് തീ വെച്ച് ബൈബിൾ കത്തിച്ച് അവരെ തല്ലിച്ചതച്ച് അവരാണ് വന്നിരിക്കുന്നത്. അപ്പൊ സിസ്റ്റർ പേടിക്കുക, ഇവിടെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്. അവർ വന്ന് ചോദിച്ചു, നിങ്ങൾ മതം മാറ്റാൻ വന്നതാണോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മതം മാറ്റുക എന്നുള്ള ലക്ഷ്യമില്ല, മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. തന്നെയുമല്ല, ഞങ്ങൾ സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്, അപ്പൊ നിങ്ങൾ കേൾക്കാം. അദ്ദേഹം അവിടെ ഇരുന്നു, പ്രസംഗം തുടങ്ങി. അദ്ദേഹം മകനും ഉണ്ടായിരുന്നു. ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ്, ഇതെല്ലാവർക്കും വേണ്ടുന്ന കാര്യമല്ലേ നിങ്ങൾ ഈ പറയുന്നത്, ഇത് എതിർക്കേണ്ട എന്താവശ്യമുണ്ട്? അപ്പൊ എല്ലാ മതസ്ഥർക്കും സത്യവും നല്ല കാര്യങ്ങൾ കേൾക്കാൻ എല്ലാവരും താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ പഠിപ്പിക്കുന്നത്, ഒരു മതത്തിന്റെയും വിശ്വാസത്തെ അവഹേളിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ചോദ്യം ചെയ്യാനോ തിരുസഭ പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അവരെ ആ രീതിയിലാണ് അവരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് സഭ പഠിപ്പിക്കുന്നത്. മറ്റ് മതങ്ങൾക്കും അവരുടെ വിശ്വാസത്തിനും എതിരേൽക്കത്തക്ക രീതിയിൽ സംസാരിക്കുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ യേശുവിലൂടെയുള്ള പ്രബോധനം ജാതി മതഭേദമന്യേ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് മുഴുവൻ വേണ്ടുന്ന സന്ദേശമാണ് സ്വർഗം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കുന്നതിന് പകരം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസികളുടെ ഇടയിൽ തർക്കവിഷയം എടുത്തിട്ട് മാതാവിനെ കുറിച്ച് തെറ്റായ ആശയങ്ങൾ പറഞ്ഞ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. അങ്ങനെ മറുവശത്തുനിന്ന് തിരുസഭയുടെ പഠനത്തിൽ നിന്ന് മാതാവിനെ എന്തുകൊണ്ട് നമ്മൾ ആദരിക്കുന്നു, എന്തുകൊണ്ട് ബഹുമാനിക്കുന്നു, അവർക്ക് വേണ്ടത്ര പ്രബോധനം കിട്ടിയിട്ടില്ല. മറുഭാഗത്ത് എന്തുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് വചനത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എടുത്ത് പറഞ്ഞ് തെറ്റായ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അപ്പൊ ബൈബിൾ പറയണം, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഭയ്ക്ക് എതിരായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന പലതരത്തിൽ ശത്രുക്കൾ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില സമയത്ത് പരാജയപ്പെട്ടെന്ന് പോലും തോന്നിപ്പോകാം. അത്ര ശക്തമായിരിക്കാം ശത്രു സൈന്യത്തിന്റെ ആ വലിയ ആക്രമണം. അതുകൊണ്ട് ശത്രു വലിയ തന്ത്രശാലിയാണ്. ഇപ്പോഴത്തെ അവന്റെ ഒരു തന്ത്രം, നമുക്ക് ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഭാഗികമായിട്ടാണെങ്കിലും, നരകം വള്ളി പുള്ളി വിടാതെ വിശ്വസിക്കുന്നുണ്ട്. നരകം ഈ തിരുസഭ സ്ഥാപിച്ചപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം അവൻ ഞെട്ടലോടുകൂടിയാണ് അവനത് ഓർക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില്, മത്തായിയുടെ സുവിശേഷം അധ്യായം 16-18 യേശു സഭ സ്ഥാപിച്ചപ്പോൾ പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. എന്നിട്ട് പറയണം, നാരകീയ ശക്തികൾ ഇതിനെതിരെ പുറപ്പെടുകയില്ല. അത് ഒരു ദൈവശാസ്ത്രജ്ഞനും മനസ്സിലാക്കുന്നതിനേക്കാൾ ആഴമായിട്ട് പിശാച് അത് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കർത്താവ് സ്ഥാപിച്ച സഭയെ ഒരിക്കലും തകർക്കാൻ പറ്റില്ലെന്ന് അവൻ അറിയാം. എന്നാൽ ഇവൻ നമ്മളെ ദ്രോഹിക്കില്ലെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. അന്ത്യം വരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നശിപ്പിക്കാൻ അവന് സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവന്റെ തന്ത്രം എന്താണ്? ഇപ്പോഴത്തെ അവന്റെ തന്ത്രം വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ആ മാതാ അവളുടെ കൽപ്പന പാലിക്കുന്ന മക്കളോട് യുദ്ധം ചെയ്യാൻ അവൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഇപ്പോഴത്തെ അവന്റെ തന്ത്രം
സഭാപ്രസംഗന്റെ പുസ്തകം അധ്യായം 4:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകം അധ്യായം 4:12 അവിടെ പറയുകയാണ്, സഭാപ്രസംഗൻ അധ്യായം 4:12 ഒറ്റയ്ക്കായിരിക്കുന്നവനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും, 2 പേരാണെങ്കിൽ ചെറുത്തു നിൽക്കാൻ പറ്റും, മുപ്പിരി ചരട് പൊട്ടില്ല. 4.5 ലക്ഷത്തിൽ പരം വരുന്ന വൈദികരും ലക്ഷക്കണക്കിന് സന്യസ്തരും വിശ്വാസികളുമുള്ള ഈ കൂട്ടിപ്പിരിച്ച് ഈ വൻവടത്തെ പൊട്ടിക്കാൻ പറ്റില്ലെന്ന് അവനറിയാം. പിന്നെന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പിരി വിടർത്തിയെടുക്കുക. ഈ വൻവടത്തിന്റെ പിരി വിടർത്തി ഇതിൽ നിന്ന് പതുക്കെ അകറ്റി നിഷ്പ്രയാസം തകർക്കാൻ പറ്റും. ഈ ഒരു തന്ത്രമാണ് അവൻ എടുത്തിരിക്കുന്നത്. മാതാവിന്റെ മാധ്യസ്ഥം, സഭയ്ക്ക് എപ്പോഴും സഭയ്ക്കും ലോകത്തിനും സംരക്ഷണം നൽകുന്ന 2 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധ കുർബാനയും. ഇതുള്ള സഭയിൽ നിന്ന് അടർത്തിയെടുക്കുകയാണെങ്കിൽ നശിപ്പിക്കുക നിഷ്പ്രയാസമാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇന്നൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എന്റെ അറിവിലുള്ളതുപോലെ നിങ്ങളുടെ അറിവിലും കാണും. ഇന്നലെ വരെ വേദപാഠം പഠിച്ച് സഭയിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നടന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ സ്വന്തത്തിൽപ്പെട്ടവരോ ഇന്ന് സഭയിൽ നിന്ന് ഈ പുതിയ ഗ്രൂപ്പുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇത് യുദ്ധത്തിലാണ്. ശത്രു അവരെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ സഹോദരങ്ങളെ നാശത്തിന്റെ പാതയിലൂടെ നുണ പറഞ്ഞ് വഞ്ചിച്ച് അവൻ തടവറയിൽ വെക്കുമ്പോഴും നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതാണ് അവന്റെ ഒരു തന്ത്രമാണ്. ഈ കാലഘട്ടത്തിൽ തന്ത്രമാണ്. സഭയൊന്നും ചെയ്യാൻ അവന് പറ്റില്ല. മുപ്പിരി ചരടല്ല, കോടികൾ കൂട്ടിപ്പിരിച്ചൊരു വൻവടം പൊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഇതിൽ നിന്ന് ഗ്രൂപ്പ് തിരിച്ച് ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കുക, ഈ ഒരു പ്രവണതയിലാണ് അവനുള്ളത്. പക്ഷേ നമുക്ക് ആശ്രയിക്കാനുള്ള 2 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ലോകത്തിൽ ഒത്തിരി മതങ്ങളുണ്ടല്ലോ, ഒത്തിരി സഭകളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ നരകം മുഴുവൻ തിരുസഭയ്ക്ക് പിന്നാലെ കൂടാൻ കാരണം എന്താണ്? ഉത്തരം കിട്ടി, മാങ്ങയുള്ള മാവേലല്ലേ കുട്ടികൾ കല്ലെറിയൂ. തിരുസഭയ്ക്കെതിരായിട്ട് അവന് സംഘടിക്കാൻ, നരകത്തിന് മുഴുവൻ സംഘടിക്കാൻ പ്രധാനപ്പെട്ട 4 കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായ ആശയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു മാത്രം. ഒന്ന്, പരമപ്രധാനമായിട്ടുള്ളത് 4.5 ലക്ഷത്തിൽ പരം വരുന്ന ബ്രഹ്മചാരികളായിട്ടുള്ള പൗരോഹിത്യം. എടുത്തു പറയേണ്ട ബ്രഹ്മചാരികളായ പുരോഹിതര് പല സഭകളിലും ഉണ്ട്. ഇത് നരകത്തിന് അതിന്റെ ശക്തി എന്താണെന്നുള്ളത് പിശാചിന് ശരിക്കറിയാം. 4.5 ലക്ഷത്തിൽ പരം വരുന്ന ബ്രഹ്മചാരികളായ വൈദികർ തിരുസഭയുടെ ഒരു മുതൽക്കൂട്ടാണ്. ലക്ഷക്കണക്കിന് സിസ്റ്റേഴ്സ്, സമർപ്പിതരായിട്ടുള്ളവരുടെ ത്യാഗവും പ്രാർത്ഥനയും ഇതും ഒരു കോട്ടയാണ്. ലക്ഷക്കണക്കിനായിട്ടുള്ള സിസ്റ്റേഴ്സിന്റെ ആ സമർപ്പണവും അവരുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും ലോകത്തിനും സഭയ്ക്കും ഒരു വൻ കോട്ടയാണ്. അതിന്റെ ശക്തി അവനറിയാം. 3, വിശുദ്ധ ബലി. നിങ്ങൾ ചോദിച്ചേക്കാം, മറ്റ് സഭകളിലും ഇല്ലേ വിശുദ്ധ ബലി? ഉണ്ട്. അനുദിന വിശുദ്ധ ബലി. ബാക്കി സഭകളിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ആചരിക്കുമ്പോൾ കത്തോലിക്ക തിരുസഭയിൽ അനുദിന വിശുദ്ധ ബലി ഇതവന് സഹിക്കാൻ പറ്റുന്നില്ല. ഏത് മാർപ്പാപ്പയാണ് ഈ അനുദിന വിശുദ്ധി ബലി കണ്ടുപിടിച്ചത്? മാർപ്പാപ്പയല്ല, സർവശക്തനായ ദൈവം തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. മലാക്കി പ്രവാചകന്റെ പുസ്തകം അധ്യായം 1:11 മലാക്കി പ്രവാചകന്റെ പുസ്തകം അധ്യായം 1:11 ഏതാണ്ട് ക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്റെ നാമത്തിന് ധൂപം അർപ്പിക്കപ്പെടും, ബലി അർപ്പിക്കപ്പെടും. ആഴ്ചയിൽ ഒരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കലല്ല, 24 മണിക്കൂറും പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്റെ നാമത്തിന് ധൂപം അർപ്പിക്കപ്പെടും. ഇത് പറഞ്ഞതിന് ശേഷം നൂറ്റാണ്ടുകൾ ധൂപാർപ്പണവും ഇല്ല, ബലിയില്ല, ഒന്നുമില്ല. ആ പ്രവചനം ചാരം ചൂടി കിടക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ വന്നു. ഈ ലോകം വിട്ടു പോകുന്നതിന് തൊട്ടു മുൻപ് അവിടുന്ന് പറഞ്ഞു, ഇതെന്റെ അവസാനത്തെ ഭക്ഷണം, ഇനി ഞാൻ ഭക്ഷിക്കില്ല, പാനം ചെയ്യില്ല, ഭൂമിയിൽ എന്റെ അവസാനത്തെ ഭക്ഷണമാണ്. അങ്ങനെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതാണ്. അങ്ങനെ യേശു പറഞ്ഞു, ഇത് നിങ്ങൾ ആവർത്തിക്കണം, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ട് 3000 പേര് മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിച്ചു. അപ്പോസ്തല പ്രവർത്തനം അധ്യായം 2. അവര് ചെയ്തിരുന്നത് ആഴ്ചയിൽ ഒരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കലല്ല, അവർ അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷ തുടർന്നിരുന്നു. അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇത് പിശാചിന് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ആൾക്കാരുടെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ
ദാനിയേൽ പ്രവാചകൻ ഒരു നിശ്ചിത കാലത്തേക്ക് ബലിയർപ്പണം നിരോധിക്കപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത കാലത്തേക്ക് ബലിയർപ്പണം ഉണ്ടാകാത്ത ഒരു കാലത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു ദിവസം ഭൂമിയിൽ വിശുദ്ധ ബലിയില്ലെങ്കിൽ അന്ന് നരകം അഴിഞ്ഞാടുന്ന ഒരു ദിവസമായിരിക്കും ഭൂമിയിൽ. ഈ ദിവസത്തെക്കുറിച്ച് ഈശോയുടെ ഭാഷയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ലോക ആരംഭം മുതൽ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഉഗ്രപീഡനം ആ നാളുകളിൽ ഉണ്ടാകും. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പറ്റി ആ നാളുകൾ പരിമിതപ്പെടുത്തും. ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഞ്ഞു പോലും രക്ഷപ്പെടില്ലായിരുന്നു. ഇപ്പൊ ലോകത്തിന്റെ സകല പാപങ്ങളും ത്രാസിന്റെ ഒരു തട്ടിൽ കൊണ്ടുവയ്ക്കുകയും ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി മറു തട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ശക്തി എന്താണ്? പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി അർപ്പിക്കപ്പെടുന്നു, അതിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിക്ക്, ആ സമൂഹത്തിന്, ആ സഭയ്ക്ക് ഇതുവഴി എന്ത് കിട്ടുന്നു എന്ന് നരകത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അനുദിന വിശുദ്ധ ബലി ഇതവന് താങ്ങാൻ പറ്റുന്നില്ല. നാലാമത്തതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. ഈ 4 കാര്യങ്ങൾ സഭയിൽ സമ്മേളിക്കുന്നതുകൊണ്ട് അന്ത്യം വരെ തിരുസഭയ്ക്കെതിരായിട്ട് നാരികീയ ശക്തിയിൽ പോരാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് റോമ 13:11 പറയുകയാണ്, ഇതൊക്കെ ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നമ്മുടെ ഭൗതികമായ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അത് കിട്ടാൻ വേണ്ടി നൊവേനയും പ്രാർത്ഥനയുമായിട്ട് മാത്രം ചുറ്റി നടക്കാതെ ഒന്ന് അല്പം കൂടി വിശാലമായിട്ട് ഈ കാലഘട്ടത്തെ മനസ്സിലാക്കി തിരുസഭയിൽ ഒരു അംഗം എന്നുള്ള നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യണം എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലത്. യാക്കോസ്ലിയ പറയും, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് തീവ്രമായ അഭിലാഷങ്ങളോടുകൂടി ആത്മാവിനെയാണ് ദൈവം എന്നിലും നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്.